തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂരിഭാഗം തൃശ്ശൂർക്കാർക്കും അറിയാത്ത ഒരു ഹിഡൻ ടെമ്പിൾ. സൺറൈസും സൺസെറ്റും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. 300ഓളം പടികൾ ചവിട്ടി കയറിയിട്ട് വേണം കേട്ടോ നമ്മളിവിടെ പീക്കിൽ എത്താനായിട്ട്. എന്റെ വീട്ടിൽ നിന്ന് ഈ അമ്പലത്തിൽ പോകാനായിട്ട് 2 റൂട്ട് ഉണ്ട്. ഒന്ന് പാടം വഴി, 2 റോഡ് വഴി. പാടം വഴിയാണെങ്കിൽ 2.5 കിലോമീറ്റർ ഉള്ളൂ, റോഡ് വഴിയാണെങ്കിൽ 6 കിലോമീറ്റർ വേണം. ഞാൻ ചൂസ് ചെയ്തത് പാടം വഴിയാണ് കേട്ടോ. അതാവുമ്പോ അമ്മയുടെ പിന്നിലിരുന്ന പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് പോവാലോ. ആ കാണുന്ന ഗോപുരാണ് കേട്ടോ നമ്മൾ പോകുന്ന അമ്പലത്തിൻ്റെത്. ഈ കാണുന്ന ഓറഞ്ച് മതിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എത്താറായി എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിന്റെ മതിലാണ് നമ്മൾ ഈ കാണുന്നത്. ശ്രീ ഐക്കുന്ന് ഭഗവതി ക്ഷേത്രം അഥവാ പാണ്ഡവഗിരി ക്ഷേത്രം. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന വെങ്ങിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മറ്റു തൃശ്ശൂർക്കാർക്കും പുറമേ ഉള്ളവർക്കും ഇതൊരു ഹിഡൻ സ്പോട്ട് ആണെങ്കിലും ഈ ഒരു പ്രദേശവാസികൾക്ക് ഇത് വളരെ സുപരിചിതമായ ഒരു അമ്പലമാണ് കേട്ടോ. ത്രേതായുഗത്തിലെ പരശുരാമൻ സൃഷ്ടിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് കേട്ടോ ഐക്കുന്ന് ഭഗവതി ക്ഷേത്രത്തെ കാണുന്നത്. വനവാസകാലത്ത് പാണ്ഡവ സഹോദരന്മാർ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നു അത്രേ. അതുകൊണ്ട് ഈ ഒരു ക്ഷേത്രത്തിനെ പാണ്ഡവഗിരി ക്ഷേത്രമെന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ സ്റ്റെപ്സ് കയറി വരണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറി വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്പലത്തിന്റെ തൊട്ട് മുന്നിൽ വരെ കാർ എത്താൻ പാകത്തിന് നല്ല വൃത്തിയുള്ള റോഡുണ്ട്. ഈ ദ്രൗപദീശിലേക്ക് ചുറ്റും വലം വെച്ചിട്ട് നമ്മൾ വടക്ക് കിഴക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം നടക്കും എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ഈ അമ്പലത്തിന് എന്താ ഇത്രയും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനൊരു മറുപടി ഇല്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു അമ്പലമാണ്. നമ്മളിവിടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ പോയി അനുഭവിക്കുക തന്നെ വേണം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഐക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മുന്നേ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ടുണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഇതുപോലുള്ള വീഡിയോസിനായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.